വേറെ ഹോസ്പിറ്റലിൽ 10 മാസം നോക്കി. കയ്യിൽ പിടിച്ച് പതുക്കെ പതുക്കെയാണ് നടന്നിരുന്നത്. ഈ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം എനിക്ക് നല്ല മാറ്റമുണ്ട്. ഓക്കെ. 1 മന്ത് കൊണ്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ മരിച്ചു പോകുന്ന വിചാരിച്ച്, പക്ഷെ ഇപ്പൊ നല്ല മാറ്റമുണ്ട്. ഈ ഹോസ്പിറ്റലിനെ പറ്റി ഞാൻ എല്ലാരോടും പറയും. ഓക്കെ. വെൽക്കം ടു നേച്ചർ ക്യൂർ. നമ്മളോടൊപ്പം പേഷ്യന്റ് ബന്ധുവും ഉണ്ട്. ഓൾറെഡി ഇവര് സെക്കൻഡ് മന്ത് നമുക്കൊരു ഇന്റർവ്യൂ തന്നിട്ടുള്ളതാണ്. അത് നമ്മൾ കണ്ടിരുന്നു. സോ ഇപ്പൊ നമ്മളോടൊപ്പം മാഡം ഉണ്ട്. ഇവർ 5 മാസമായിട്ട് മരുന്ന് കഴിക്കുകയാണ്. നല്ല വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. സോ ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണെന്നും സ്റ്റാർട്ടിങ്ങിൽ ഇവർക്കുണ്ടായ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നും അത് തരണം ചെയ്തത് എങ്ങനെയെന്നും കൂടാതെ ക്യാൻസർ സംബന്ധമായ ലക്ഷണങ്ങൾ ഇവരെങ്ങനെയാണ് മനസ്സിലാക്കിയതെന്നും നമുക്ക് പേഷ്യന്റിനോട് തന്നെ ചോദിക്കാം. നമസ്കാരം അമ്മേ, എങ്ങനെയുണ്ട്? നമസ്കാരം. ഇപ്പൊ നന്നായിട്ടുണ്ട്. ഓക്കെ. പേരെന്താ? സുശീല. ആണോ? ഓക്കെ. ഇതിപ്പോ എത്രാമത്തെ മാസം വരുന്നത്? ഇത് 5ാമത്തെ മാസം. 5ാമത്തെ മാസം അല്ലേ? അമ്മയ്ക്ക് എവിടെയായിരുന്നു ക്യാൻസർ? ഗർഭപാത്ര ക്യാൻസർ. ഗർഭാശയ ക്യാൻസർ. സാറമ്മയ്ക്ക് 2ാമത്തെ മാസം തന്നെ നല്ല വ്യത്യാസം ഉണ്ടെന്നാ പറഞ്ഞത്. 2 മാസം കഴിച്ചപ്പോ തന്നെ നല്ല മാറ്റം ഉണ്ടായി. ഓ, 1 മാസം ആണോ? കഴിച്ചപ്പോൾ തന്നെ റിസൾട്ട് നന്നായിട്ട് വന്നു തുടങ്ങി. ഉം. വേറൊരു ആസ്പത്രിയിൽ 10 മാസം നോക്കിയിരുന്നു. 10 മാസം നോക്കിയിട്ടും മാറ്റം ഉണ്ടായില്ല. കൈ പിടിച്ചൊക്കെയാണ് നടന്നിരുന്നത്. ഓക്കെ. ഇങ്ങനെ പോയാൽ മരിച്ചു പോകുമെന്ന് വിചാരിച്ചിട്ട് ഉം. എൻ്റെ ഫ്രണ്ട് എം സിദ്ധിര എന്ന് പറഞ്ഞ ആളോട് ഞാൻ പറഞ്ഞു. ഉം. അദ്ദേഹം യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞ് ഇവിടെ കൂട്ടിക്കൊണ്ടുവരാൻ. അപ്പൊ തന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഉം. ഒറ്റയ്ക്ക് വിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്നത്. ഉം. മരുന്ന് വാങ്ങിച്ചു പോയി. ആ 1 മാസം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാ ചെയ്യാറ്. പിന്നെ വീട്ടിലെ പാചകവും ആ. ഞാൻ തന്നെയാ ചെയ്യാറ്. പിടിക്കാതെ നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നല്ലേ അമ്മയ്ക്ക്? ഇപ്പൊ ഞാൻ തന്നെ എല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ. അമ്മയ്ക്ക് എത്ര മക്കളാ ഉള്ളത്? ഒരു മോൻ. ഓ, ഇത് അമ്മയുടെ മകനാണ്. ആ, ഓക്കെ. അതെ. എത്രയിലാ പഠിക്കുന്നത്? ഇപ്പൊ 5ാം ക്ലാസ്സില്. ഓ, ഓക്കെ. അമ്മ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞാൻ വീട്ടിൽ തന്നെ. വീട്ടിൽ തന്നെയാണല്ലേ? ഓക്കെ. ആക്ച്വലി ജോലി ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നതാണ്. പിന്നെ റിട്ടയർ ആയതിനു റിട്ടയർ ആയ ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത്. ഞാൻ മരിച്ചു പോകുന്ന വിചാരിച്ചേ, പക്ഷെ ഇപ്പൊ നല്ല മാറ്റമുണ്ട്. ഓക്കെ. പുനർജൻ ഹോസ്പിറ്റലിലേക്ക് വന്നതിന് ശേഷം അമ്മയ്ക്ക് ഇപ്പൊ നല്ല മാറ്റം അതെ ഉണ്ടല്ലേ? അതെ അതെ. ഇതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. പിന്നെ നമ്മളിപ്പോ ചെയ്യുന്ന ഈ വീഡിയോ പോലും ഒരുപാട് പേര് കാണുന്നുണ്ടാവും. സോ അവരോടായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ അമ്മയ്ക്ക്? എന്താ പറയാ? എല്ലാവരും ഈ ഹോസ്പിറ്റലിലേക്ക് വന്ന എല്ലാവരും പെട്ടെന്ന് റിക്കവറി ആവും. നല്ല മാറ്റം വരും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഓക്കെ. എനിക്ക് വന്ന ഈ പ്രശ്നം ഇതുപോലെ ആർക്കും വരരുതെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഉം. ഈ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം എനിക്ക് നല്ല രീതിയിലുള്ള മാറ്റം വന്നു. ഓക്കെ. അമ്മയ്ക്ക് ഈ ഗർഭാശയമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് എപ്പോ മുതലാ ഉള്ളത്? വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒന്നും കഴിക്കാനൊന്നും അതെ. പറ്റില്ലായിരുന്നു. ഒന്നും വെയിറ്റ് ലോസ് കഴിക്കാൻ ആയി. നല്ല ബുദ്ധിമുട്ടായിരുന്നു. വേദനയുണ്ടായിരുന്നു. ഉം. 35 കിലോയോളം കുറഞ്ഞു. 65 കിലോ ഉണ്ടായിരുന്നു എനിക്ക് ആദ്യം വെയിറ്റ്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിലേക്ക് വന്നു. ഉം. പിന്നെ കീമോ ചെയ്തു. കീമോ ചെയ്താൽ കുറയുമെന്നാ പറഞ്ഞ. പക്ഷെ വളരെ ബുദ്ധിമുട്ടായി. ഇവിടെ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്ന് എങ്ങനെയാണെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. 1 മാസം മരുന്ന് കഴിച്ചപ്പോൾ ഇപ്പൊ നല്ല മാറ്റമുണ്ട്. ഇപ്പോ വീട്ടിൽ എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഒരു ദിവസം 2-3 ടാബ്ലറ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പോ ഓക്കെ. ഇപ്പൊ ഒരു മരുന്ന് മാത്രമാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ വേറെ മറ്റെന്തെങ്കിലും? ഒന്നും കഴിക്കുന്നില്ല. വേറെ ഒന്നുമില്ല അല്ലേ? വേറെ ഒന്നുമില്ല. ഇപ്പോ 5 മാസം കംപ്ലീറ്റ് ആയല്ലോ. ഡോക്ടർ ഇപ്പോ- എന്തെങ്കിലും പറഞ്ഞിരുന്നോ നിങ്ങളോട് ഇതിനു മുമ്പ് അത് വന്നപ്പോ? ഡോക്ടറൊന്നും ഇല്ല, പറഞ്ഞില്ല. ഇതുവരെ ഡോക്ടറെ കണ്ടിട്ടില്ല. സാറിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഉം. ഇപ്പോ സ്കാനിങ്ങിന് എഴുതി തന്നായിരുന്നു. അതിന്റെ റിപ്പോർട്ടും കൊണ്ടാണ് വന്നത്. ഇനി ഡോക്ടറെ കാണിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കണം. 5 മാസത്തെ റിപ്പോർട്ട് കാണിച്ചായിരുന്നു. ഇതിപ്പോ വീണ്ടും ചെയ്തിട്ട് വരാൻ പറഞ്ഞുകൊണ്ട് ഇപ്പൊ മാഡത്തിനെ കാണിച്ചിട്ട് പോകാൻ പറഞ്ഞു. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ. അമ്മയ്ക്ക് എന്തായാലും ഇപ്പൊ നല്ല മാറ്റങ്ങൾ ഉണ്ടല്ലോ. എന്തായാലും ഡോക്ടർ പറയുന്ന പോലെ തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം അമ്മേ. എന്തായാലും ഇത്ര മാറ്റത്തോടെ നിങ്ങളെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഡോക്ടർ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവമാണ്. ദൈവമാണ്. എന്റെ ഭാര്യയെ രക്ഷിച്ച ആളാ. ഞങ്ങളോട് ചോദിക്കുന്ന എല്ലാവരോടും പറയും. ഓക്കെ. എന്തെന്നാൽ ഇത് ഞങ്ങൾക്കൊരു പുതിയ ജന്മം തന്നെ തന്നതായി ഓക്കെ. ഡോക്ടർ. ഓക്കെ. അതെ അതെ അതെ. ഓക്കെ സർ. ആ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു.